വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് ഇംപ്ലാന്റേഷൻ പോസിറ്റീവ് ആയി കഴിയുമ്പോൾ നമുക്കുണ്ടാകാൻ സാധ്യതയുള്ള വിചിത്രങ്ങളായിട്ടുള്ള 2 പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ടാണ് കേട്ടോ. വിചിത്രങ്ങളായിട്ടുള്ള പ്രഗ്നൻസി ലക്ഷണം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ കേൾക്കുന്ന അവസരങ്ങളിൽ തന്നെ ഇതൊരു പ്രഗ്നൻസി ലക്ഷണമാണോ, ഇങ്ങനെയൊക്കെ ഒരു പ്രഗ്നൻസി ലക്ഷണം ഉണ്ടാകുമോ എന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ള ലക്ഷണങ്ങളാണ് വിചിത്രങ്ങളായിട്ടുള്ള പ്രഗ്നൻസി ലക്ഷണം എന്ന് പറയുന്നത് കേട്ടോ. ഇങ്ങനെയുള്ള പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ട് വീഡിയോസ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ചുറ്റുമുള്ളതായിട്ടും നമ്മൾ കേട്ടിട്ടുള്ളതായിട്ടുള്ള പല പ്രഗ്നൻസി ലക്ഷണങ്ങളും ഏറ്റവും നോർമൽ ആയിട്ടുള്ള സോക്കോൾഡ് പ്രഗ്നൻസി ലക്ഷണങ്ങൾ പലതും തന്നെ ഇപ്പോൾ പല ആളുകൾക്കും ഫീൽ ചെയ്യാറില്ല. തലകറങ്ങി വീഴുന്നതോ അല്ലെങ്കിൽ ഒരുപാട് ഛർദ്ദിക്കുന്നതോ ഇപ്പോൾ ഒരുപാട് പേർക്കൊന്നും ഉണ്ടാകാതെ വരുന്ന പ്രഗ്നൻസി ലക്ഷണവും കൂടിയാണ്. നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വന്നിട്ടുള്ള വ്യത്യാസങ്ങൾ കൊണ്ടും നമ്മുടെ ശരീരത്തിന്റെ ഭാരമൊക്കെ അനുസരിച്ചിട്ട് പല വിയേർഡായിട്ടുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങളും നമുക്ക് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങളെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിലും കാണുന്നില്ലെങ്കിലും ഓവുലേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ ബോഡി നന്നായിട്ട് കെയർ ചെയ്യണം. അതുപോലെ തന്നെ ഈ ലക്ഷണങ്ങൾ ഇല്ലെങ്കിലും നിങ്ങൾക്ക് എക്സ്പെക്റ്റഡ് പീരിയഡ് ഡേറ്റിൽ ബ്ലീഡിങ് വരുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കണം. ബ്ലീഡിങ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ പോകുന്ന രക്തത്തിന്റെ അളവ് എത്രത്തോളം ആണെന്നും കൂടി നിങ്ങൾ ശ്രദ്ധിച്ചോളണം. കാര്യം ചില ആളുകൾക്ക് ലൈറ്റ് ആയിട്ടുള്ള സ്പോട്ടിങ്ങോ ബ്ലീഡിങ്ങോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ പോസിറ്റീവ് കിട്ടുന്ന കണ്ടീഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ഞാൻ പ്രത്യേകം പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ പറയുന്ന ഏറ്റവും ആദ്യത്തെ പ്രഗ്നൻസി ലക്ഷണം എന്ന് പറയുന്നത് നമുക്ക് നേസൽ കൺജഷൻ പോലെ ഫീൽ ചെയ്യുക, അതായത് മൂക്ക് അടയുന്നത് പോലുള്ള ഒരു കണ്ടീഷൻ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഉണ്ടാവുന്നത്. സാധാരണ എന്തെങ്കിലും അലർജീസ് ഉണ്ടാകുന്ന സമയത്ത്, മഴ നനയുമ്പോൾ, ഒരുപാട് ഐസ് വെള്ളമൊക്കെ കുടിക്കുന്ന സമയത്താണ് പലർക്കും ഇതുപോലെ മൂക്കടപ്പ് പോലെ ജലദോഷമൊക്കെ ഉണ്ടാകുന്ന കണ്ടീഷൻസ് ഉണ്ടാകുന്നത്. പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്തും ഒട്ടുമിക്ക സ്ത്രീകൾക്കും സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് ഈ മൂക്കടപ്പ് എന്ന് പറയുന്നത്. മൂക്കടപ്പ് ഇങ്ങനെ ഉണ്ടാകാനായിട്ട് പലതരത്തിലുള്ള റീസൺസ് ഉണ്ട്. ഏറ്റവും ആദ്യത്തെ ഒരു ഫാക്ടറാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോൺസിന്റെ ഒരു സർജ്. പ്രഗ്നൻസി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റീപ്രൊഡക്റ്റീവ് ഹോർമോൺസ് നന്നായിട്ട് പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ ഹോർമോൺസിനുള്ള ഹൈക്ക് മൂലം, എസ്പെഷ്യലി ഈസ്ട്രോജനും പ്രൊജസ്ട്രോണിന്റെയും ഹൈക്ക് ഉണ്ടാവുന്നത് നമ്മുടെ ശരീരത്തിൽ മ്യൂക്കസിന്റെ പ്രൊഡക്ഷൻ നന്നായിട്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ട് കാരണമാകുന്നുണ്ട്. ഈ മ്യൂക്കസ് ചിലപ്പോൾ നിങ്ങൾക്ക് വജൈനൽ ഡിസ്ചാർജിന്റെ രൂപത്തിൽ നല്ല കൂടുതലായിട്ട് അനുഭവപ്പെടുകയോ അതല്ലെങ്കിൽ ഇതുപോലെ നമ്മുടെ മൂക്കിൽ കൂടി തന്നെയും കൂടുതലായിട്ട് മ്യൂക്കസ്, മൂക്ക് അടഞ്ഞു കഴിയുമ്പോൾ മൂക്കിൽ നിന്ന് നമുക്ക് പോകുമല്ലോ, അങ്ങനെയുള്ള രീതിക്കും നിങ്ങൾക്ക് മ്യൂക്കസിന്റെ പ്രൊഡക്ഷൻ നന്നായിട്ട് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. രണ്ടാമത്തെ ഒരു ഫാക്ടറാണ് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂടുന്നത്. നമ്മുടെ ബ്ലഡ് ഫ്ലോ കൂടുന്നതിനനുസരിച്ചിട്ട് മൂക്കിലുണ്ടാവുന്ന ടൈനി ബ്ലഡ് വെസൽസ് തന്നെ എക്സ്പാൻഡ് ആവാനായിട്ട്, അവർ എൻലാർജ് ആവാനായിട്ടുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. ഈ എൻലാർജ്മെന്റ് നമുക്ക് ഉണ്ടാവുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ആ ഒരു അസ്വസ്ഥത അല്ലെങ്കിൽ മൂക്ക് അടയുന്നത് പോലുള്ള ഒരു കണ്ടീഷൻ ഫീൽ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. മൂന്നാമത്തെ ഒരു റീസൺ ആണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി നന്നായിട്ട് കുറയുന്നത്. പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത് നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം വളരെയധികം ലോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത് നിന്ന് ആരെങ്കിലും ഒന്ന് തുമ്മിക്കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് തന്നെ നമ്മളും തുമ്മുന്നത് പോലെ ഉണ്ടാവുക, ചെറുതായിട്ടൊന്ന് ഡസ്റ്റ് അടിച്ചാൽ തന്നെ തുമ്മലും ജലദോഷം ഉണ്ടാകുന്നത് പോലുള്ള ഒരു കണ്ടീഷനും നിങ്ങൾക്ക് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഇമ്മ്യൂണിറ്റി വീക്ക് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് അലർജിക് സിറ്റുവേഷൻ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു കണ്ടീഷൻ ഉണ്ടാകാം. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ സിട്രസിൻ പോലുള്ള മെഡിസിൻസ് അമിതമായിട്ട് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. സിട്രസിനും അതുപോലെ പ്രഗ്നൻസി സമയത്ത് നമുക്ക് ഏത് കണ്ടീഷൻസ് ഉണ്ടായി കഴിഞ്ഞാലും ആ മെഡിസിൻ ഒക്കെ എടുക്കേണ്ടത് പൂർണ്ണമായിട്ടും ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോടുകൂടി മാത്രമായിരിക്കണം. പ്രഗ്നൻസി സമയത്ത് ഒരു തവണ പോലും നമുക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്ത പലതരത്തിലുള്ള മെഡിസിൻസ് ഉണ്ട്. അതുപോലെ പ്രഗ്നന്റ് ലേഡീസിന് ഡോസ് കുറച്ചിട്ടും എടുക്കേണ്ട മെഡിസിൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ മെഡിസിൻസ് നിങ്ങൾക്ക് ജലദോഷം പോലെയോ മറ്റുള്ള തുമ്മലോ മൂക്കടപ്പോ അങ്ങനെ എന്ത് കണ്ടീഷൻസ് ഉണ്ടായി കഴിഞ്ഞാലും നിങ്ങൾ എടുക്കുന്ന മെഡിസിൻ എപ്പോഴും ഡോക്ടറുടെ ഒരു പ്രിസ്ക്രിപ്ഷനോടുകൂടി ആകാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഈ ഒരു കണ്ടീഷൻസ് കൂടുതലായിട്ട് വരുവാണെങ്കിൽ നന്നായിട്ട് ആവി പിടിക്കാനായിട്ട് നോക്കുക. 6 മണിക്കൂർ ഡിസ്റ്റൻസിൽ സലൈൻ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മാക്സിമം നിങ്ങൾ റെസ്റ്റ് എടുക്കാനായിട്ട് നോക്കുക. തലയൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ബോഡിയുടെ പോർഷൻ ആണെങ്കിലും ചെറുതായിട്ട് ചൂടുവെള്ളമൊക്കെ ഉപയോഗിച്ചിട്ട് മുഖം കഴുകുമ്പോഴേക്ക് നിങ്ങൾക്കൊരു റിഫ്രഷ്മെന്റ് കിട്ടുകയും ആ മൂക്കടപ്പ് പോലുള്ള കണ്ടീഷൻസ് കുറച്ചൊന്ന് കുറയാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും കേട്ടോ. രണ്ടാമതായിട്ട് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് തൊണ്ടവേദന അല്ലെങ്കിൽ തൊണ്ടയിൽ കരകരപ്പ് പോലുള്ള കണ്ടീഷൻസ് ഉണ്ടാകുന്നത്. ജലദോഷം ഉണ്ടാകുന്ന സമയത്ത്, പനി ഉണ്ടാകുന്ന സിറ്റുവേഷനിൽ നമുക്ക് നന്നായിട്ട് ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണിത്. പക്ഷേ പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്തും പല സ്ത്രീകൾക്കും ഈ തൊണ്ടയിൽ കരകരപ്പ് പോലെയോ അല്ലെങ്കിൽ തൊണ്ടയിൽ വേദന പോലെയോ അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട്. ഏറ്റവും ആദ്യത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മളിൽ ഉണ്ടാകുന്ന ഡൈജഷൻ സ്ലോ ആകുന്നതാണ്. ഡൈജഷൻ കുറഞ്ഞു പോകുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ശരീരത്തിൽ അസിഡിറ്റി നന്നായിട്ട് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. ഇത് ഗ്യാസ് ട്രബിളിലൂടെയോ അല്ലെങ്കിൽ ഹാർട്ട് ബേണിലൂടെയോ നമ്മുടെ ബോഡിയിൽ റിഫ്ലക്ട് ചെയ്യാനായിട്ട് തുടങ്ങും. കൂടുതൽ നമുക്ക് നെഞ്ചരിയുന്നതിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ നന്നായിട്ട് നമ്മൾ യെല്ലോ കളറിൽ വോമിറ്റിംഗ് ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ടോ നിങ്ങൾക്ക് തൊണ്ടയിൽ ഇതുപോലുള്ള അസ്വസ്ഥതകൾ കൂടുതലായിട്ട് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ.
അടുത്തതെന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി ഉണ്ടാവുന്ന ഒരു മൂക്കടപ്പിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ടും നിങ്ങൾക്ക് ഈ ഒരു കണ്ടീഷൻ വന്നു പോകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. മൂന്നാമത്തെ ഒരു റീസൺ ആണ് മെറ്റാലിക് ടേസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ ഒരു കോയിൻ എടുത്ത് കടിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു സ്പൂൺ എടുത്ത് നമ്മൾ കടിച്ചു കഴിയുമ്പോഴോ നമുക്ക് ഇപ്പൊ ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു അസ്വസ്ഥത വായിൽ ഫീൽ ചെയ്തില്ലേ, ഉമിനീര് നിറയുന്നത് പോലെ നിങ്ങൾക്ക് ഫീലിങ്സ് ഉണ്ടായില്ലേ? ഇതേ ഒരു കണ്ടീഷന് നമ്മൾ പ്രഗ്നൻസി ടൈമിൽ പല സ്ത്രീകൾക്കും ഉണ്ടാകാറുണ്ട്, മെറ്റാലിക് ടേസ്റ്റ് പോലെ ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥത. ഈ ഒരു കണ്ടീഷൻ ചില ആളുകൾക്ക് ഭയങ്കര കൂടുതലായിരിക്കും. അങ്ങനെയുള്ള ആളുകൾക്കും ത്രോട്ടിൽ ചെറുതായിട്ടുള്ള ഒരു അസ്വസ്ഥത പോലെയോ ഒരു കരകരപ്പ് പോലെയോ ഒക്കെ ഫീൽ ചെയ്യാനായിട്ടുള്ള ചാൻസസും ഉണ്ട് കേട്ടോ. അടുത്ത റീസൺ ആണ് ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. പ്രഗ്നൻസി ഉണ്ടാകുന്ന സമയം മുതൽ ഗർഭസ്ഥ ശിശുവിനെ നിങ്ങളെ നറിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് വാട്ടർ റിക്വയർമെന്റ് ബോഡിയിൽ വേണം. അത് കുറയുന്ന സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു കണ്ടീഷൻ ഫീൽ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി ഇങ്ങനെ സോർ ത്രോട്ടിന്റെ സിംറ്റം ആയിട്ട് നമുക്ക് എന്തെല്ലാം ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉമിനീര് ഇറക്കുന്ന സമയത്ത് വേദനയുണ്ടാകാം, ഭക്ഷണം ചവച്ചരയ്ക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ടാകാം, ഭക്ഷണം നമ്മൾ വർത്താനം പറയുന്ന സമയത്ത് വേദന അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട്. ചില ആളുകൾക്ക് ഇതിനോടൊപ്പം തന്നെ ഫീവർ ലൈക്ക് സിംറ്റംസും കൂടി സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. അതായത് ചെറുതായിട്ട് പനി വരുന്നത് പോലുള്ള ഒരു കണ്ടീഷൻ ഫീൽ ചെയ്യാറുണ്ട്. ഇതും പ്രഗ്നൻസി സിംറ്റം ആയിട്ട് പലർക്കും ഉണ്ടാകുന്നതാണ്. ഫീവർ ലൈക്ക് സിംറ്റംസ് ഡ്യൂറിംഗ് പ്രഗ്നൻസി ഓർ ഈ ഫീവർ ലൈക്ക് സിംറ്റം ഈസ് ആൻ എയർലി പ്രഗ്നൻസി സൈൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ യൂട്യൂബിലെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള അതിനെപ്പറ്റി റിലവന്റ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അത്രത്തോളം പല സ്ത്രീകൾക്കും ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് ഈ ഫീവർ ഉണ്ടാകുന്നത് പോലുള്ള ടെമ്പറേച്ചർ ഹൈക്ക് അനുഭവപ്പെടുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടോ എന്ന് നോക്കാം. എപ്പോഴും നിങ്ങൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഒരു 100 ഡിഗ്രിയുടെ അടുത്തൊക്കെ ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ വെയിറ്റ് ചെയ്യാനായിട്ട് പാടില്ല. ഒരു 98, 99, 100 ആ ഒരു ലെവൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീട്ടിലെടുക്കുന്ന ഹോം റെമഡീസ് കൊണ്ടോ മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്ത് നിങ്ങൾ നിൽക്കാനായിട്ട് പാടില്ല. ഇമ്മീഡിയറ്റ് ആയിട്ട് ഡോക്ടറെ കാണാനായിട്ട് പോകണം. ചെറുതായിട്ടുള്ള ഒരു ടെമ്പറേച്ചറോ ചെറുതായിട്ടുള്ള തൊണ്ടവേദനയോ ആണ് നിങ്ങൾക്കുള്ളത് ഉണ്ടാകുന്നതെങ്കിൽ 6 മണിക്കൂറിന്റെ ഗ്യാപ്പ് ഇട്ടിട്ട് നിങ്ങൾ പാരസിറ്റാമോൾ എടുക്കാനായിട്ട് നോക്കുക. അത് എടുത്തിട്ട് ഒരു ദിവസം എടുത്തിട്ട് നിങ്ങൾക്ക് കുറവുണ്ടാവുന്നില്ലെങ്കിൽ ഒട്ടും നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. ഡോക്ടറെ കണ്ടിട്ട് റീസൺ ഒക്കെ പറഞ്ഞിട്ട് മെഡിസിൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇമ്മ്യൂണിറ്റി ഈ സമയത്ത് വളരെയധികം വീക്ക് ആയതുകൊണ്ട് തന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഫുഡ് ഐറ്റംസ് നിങ്ങൾ എടുക്കാനായിട്ട് നോക്കുക. നെല്ലിക്ക കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വിറ്റമിൻ സിയുടെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഓറഞ്ച്, ലെമൺ, ഗ്രേപ്പ് ഫ്രൂട്ട് അങ്ങനെയുള്ള ഐറ്റംസ് എടുക്കാനായിട്ട് നോക്കുക. നട്ട്സ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കണ്ടീഷൻ നിങ്ങൾക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷന്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോണ്ടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നന്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.